മലയാളി പ്രേക്ഷകരെയും മഞ്ഞുമൽ ബോയ്സ് സിനിമയും വിമർശിച്ച് സംസാരിച്ച നടി മേഘന എല്ലനെതിരെ രൂക്ഷ വിമർശനം. കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സ് ഇത്ര ചർച്ചയാകുന്നില്ലെന്നും തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു നടി പറഞ്ഞത്. കൂടാതെ കേരളത്തിൽ തമിഴ് സിനിമകൾ വിജയിപ്പിക്കാറില്ലെന്നും വിജയ ചിത്രങ്ങൾ മാത്രമാണ് വിജയിക്കുന്നതെന്നും മേഘന പറഞ്ഞിരുന്നു. മേഘനയുടെ അരിമാപ്പെട്ടി ശക്തിവേൽ എന്ന തമിഴ് ചിത്രം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. സിനിമ കണ്ട ശേഷം തിയേറ്റർ വിട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു മേഘനയുടെ പ്രതികരണം. താനൊരു മലയാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മേഘന സംസാരിച്ചത്. നിങ്ങൾ പറയുന്ന ആ ചെറിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് അല്ലേ? തുറന്നു പറയാം, ഞാനൊരു മലയാളിയാണ്. കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സിന് ഇത്രത്തോളം പ്രതികരണമൊന്നുമില്ല. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ സിനിമ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വ്യത്യസ്തമായി എന്തെങ്കിലും കൊടുത്തോ എന്ന് അറിയില്ല. ഞാൻ സിനിമ കണ്ട ആളാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ തൃപ്തികരമല്ല അത്. അങ്ങനെയൊന്നും കിട്ടിയുമില്ല. ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കാൻ അതിലെന്താണ് ഉള്ളതെന്നും മനസ്സിലാകുന്നില്ല. മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ചെറിയ സിനിമകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം ഞങ്ങളുടെ സിനിമയ്ക്കും നൽകണം. ഇവിടെ മലയാള സിനിമകൾ വലിയ ആഘോഷമാക്കുന്നത് പോലെ കേരളത്തിൽ ആരും തമിഴ് പടങ്ങൾ ആഘോഷമാക്കുന്നില്ല. കേരളത്തിൽ ആകെ ഹിറ്റാകുന്നത് വിജയ് സിനിമകൾ മാത്രമാണ്. മറ്റൊരു തമിഴ് സിനിമയും അവിടെ കാണാൻ പോലും കിട്ടില്ല. എനിക്ക് തന്നെ ഒരു തമിഴ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും കോയമ്പത്തൂർ വന്നാകും കാണുക. അവർ തമിഴ് സിനിമകളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഇവർ മലയാള സിനിമകളെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു മേഘന പറഞ്ഞത്. അരിമാപ്പെട്ടി ശക്തിവേലിന്റെ സംവിധായകനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. മേഘനയുടെ പ്രതികരണത്തെ അപ്പോൾ തന്നെ സംവിധായകൻ തിരുത്തി രംഗത്ത് വന്നു. മഞ്ഞുമൽ ബോയ്സിൽ ഇമോഷൻസ് കണക്ട് ആകുന്നുണ്ട് എന്നായിരുന്നു സംവിധായകൻ നടിയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്. സംവിധായകന് കാര്യം മനസ്സിലായെന്നും ഇതുപോലെ മണ്ടത്തരം പറയുന്ന നടിമാരെ സിനിമയിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെയുള്ള ട്രോളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, തമിഴ് യൂട്യൂബ് ചാനലുകളിലടക്കം നടിക്കെതിരെ വിമർശനമുയരുന്നുണ്ട്. ഇതോടെ കേരളത്തിൽ വിജയിച്ച തമിഴ് സിനിമകളുടെ കണക്കുമായാണ് മലയാളി പ്രേക്ഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം വിജയുടെ ലിയോ ആണെങ്കിലും മറ്റ് നിരവധി തമിഴ് സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. 59.5 കോടി കളക്ഷനാണ് ലിയോ കേരളത്തിൽ നിന്നും നേടിയത്. തൊട്ടു പിന്നിൽ രജനിയുടെ ജയിലറാണ്. 57 കോടി രൂപയാണ് ചിത്രം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത്. കമൽഹാസൻ ചിത്രം വിക്രം 40 കോടി രൂപയാണ് നേടിയത്. പിന്നാലെ പൊന്നിയിൻ സെൽവൻ, ബിഗിൽ, 2.0, ഐ, മെർസൽ, കബാലി, രാക്ഷസൻ, പോർതൊഴിൽ, കൈദി എന്നീ ചിത്രങ്ങളും കേരളത്തിൽ നിന്നും വലിയ നേട്ടം കൊയ്തിട്ടുണ്ട്. തമിഴിൽ ലോ ബജറ്റ് സിനിമകളിലൂടെയാണ് മേഘന ശ്രദ്ധേയയാകുന്നത്. 2017 റിലീസ് ചെയ്ത ഉരുതിക്കോൽ എന്ന ചിത്രത്തിലൂടെയാണ് മേഘന വെള്ളിത്തിരയിലെത്തുന്നത്. ബൈരി, IPC 376 തുടങ്ങിയ സിനിമകളിലും നടി പ്രധാന വേഷത്തിലെത്തിയിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ 25 കോടി കളക്ഷന് മറികടന്ന മഞ്ഞുമൽ ബോയ്സ് മുന്നേറുകയാണ്. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം 200 കോടിയിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ.